നെക്സ്റ്റ് അടുത്ത പേജ് നമ്പർ 78 പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പാരഗ്രാഫും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ നോക്കുക. ആ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു സിംഹം ആ വലയിലാണ് കിടക്കുന്നത് അല്ലേ? ഒരു എലി പുറത്തുണ്ട്. മക്കളൊരു പക്ഷേ ഈ കഥ കേട്ട് അറിഞ്ഞതായിരിക്കും. അപ്പോൾ എന്താണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വലയിൽ കുടുങ്ങിയ ഒരു സിംഹമാണ്, പുറത്ത് എലിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിമ്നാങ്കിത് പൂർത്തീകരേ എന്നാണ്. ഒരു കഥ പകുതി മാത്രമേ ഉള്ളൂ, അതിനെ മുഴുവനാക്കി എഴുതുകയാണ് വേണ്ടത്. കഥ ഫില്ല് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. നിമ്നാങ്കിത് കഹാനി പൂർത്തീകർക്കെ സുനായേ. ഈ തന്നിരിക്കുന്ന കഥ മുഴുവനാക്കി കേൾപ്പിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏക് ദിൻ, ഇത് മക്കൾ ബൈഹാർട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കി വായിക്കുക മാത്രം. ഏക് ദിൻ ഏക് ഷേർ ജംഗൽ മേ സോ രഹാ ഥാ. ഒരു ദിവസം ഒരു സിംഹം കാട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഏക് ചൂഹ ഉസ്കി പീഠ് പർ ഗിർ പട. അപ്പോഴാണ് ഒരു എലി അവൻ്റെ പീഠ് എന്ന് വെച്ചാൽ പിൻഭാഗമാണ്. ഓക്കെ, പുറത്ത് വീണു. ഷേർ ജാഗ് ഉഠ. സിംഹം പെട്ടെന്ന് ഉണർന്നു അല്ലേ? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഹം എന്തോ വന്ന് വീണപ്പോൾ പെട്ടെന്ന് ഉണർന്നു. ഉസ്നെ ചൂഹേക്കോ പകടിലിയ. എന്നിട്ടോ സിംഹം ആ എലിയെ പിടിച്ചു. ചൂഹേനെ ഷേർസെ പ്രാർത്ഥനാക്കി. അപ്പോൾ എലി സിംഹത്തോട് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അപേക്ഷിക്കുക അല്ലേ? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. കൃപയാ മുझे छोड़ दीजिए. എന്നെ ദയവായി വിട്ടാലും പോവാൻ അനുവദിച്ചാലും मैं भी आपकी मदद करूँगा. അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങയെ എപ്പോഴെങ്കിലും സഹായിക്കും അല്ലേ? ഇപ്പോൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ അങ്ങയെയും സഹായിക്കും എന്ന് എലി പറയാണ്. ഷേറിനെ ഉസേ ഛോട് ദിയ. അത് കേട്ടതും പാപം, നല്ല സിംഹമാണല്ലേ, സിംഹം എന്ത് ചെയ്തു? ആ എലിയെ വെറുതെ വിട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ തന്നിരിക്കുന്ന കഥ. ഇനി നമ്മൾ പിക്ചറിലുള്ളത് സിംഹം വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടെ കഥ എങ്ങനെ വരണം? സിംഹത്തിൻ്റെ പുറത്ത് എലി വീണു. അങ്ങനെ സിംഹം ദേഷ്യം പിടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിംഹത്തിൻ്റെ ഉറക്കിയെട്ടിയത് കാരണം ദേഷ്യം പിടിച്ച് എലിയെ പിടിച്ച് തിന്നാൻ വേണ്ടി, അല്ലെങ്കിൽ എലിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പിടിച്ചതാണ്. അപ്പോൾ എലി പേടിച്ചും കൊണ്ട് സിംഹത്തിനോട് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടണം എന്ന് അപേക്ഷിച്ചപ്പോൾ സിംഹത്തിന് എലിയോട് പാപം തോന്നുകയും അതിനെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ എലി പറയാണ്, ഞാൻ എപ്പോഴെങ്കിലും അങ്ങയെ സഹായിക്കാം എന്ന് പറയും. അങ്ങനെയാണ് സിംഹം അതിനെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ സിംഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇവനാണോ എന്നെ സഹായിക്കാൻ പോകുന്നത്, ഇത്തിരി പോകുന്ന എലിയാണോ എന്നെ സഹായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ താഴെ എന്തൊക്കെയാണ് കഥയിൽ ഇനി വരാൻ പോകുന്നത്, അതാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് അത് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. കുച്ച് ദിൻ ബീത്ത് ഗേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. സിംഹം എലിയെ സ്വതന്ത്രനാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു. കുച്ച് ദിൻ ബീത്ത് ഗേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. ഏക് ദിൻ ഷേർ ഏക് ജാൽ മേ ഫസ് ഗയ. അങ്ങനെ ഒരു ദിവസം ഈ സിംഹം ഒരു വലയിൽ കുടുങ്ങി. വേട്ടക്കാരനോ ആരെങ്കിലും വിരിച്ച വലയായിരിക്കും കാട്ടിൽ അല്ലേ? അങ്ങനെ സിംഹം വലയിൽ കുടുങ്ങി. വഹ് ബച്നെ കി കോശിഷ് കർണേ ലഗ. അവൻ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ലേക്കിൻ ബച്ച് നഹി സകാ. പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇത്നേമേ ചൂഹ വഹാ മായ. ആ സമയത്താണ് നമ്മുടെ ചൂഹ അല്ലേ, എലി, സിംഹം അന്ന് വെറുതെ വിട്ട എലി അതുവഴി വന്നത്. ഉസ്നെ ഷേർ കോ ജാൽ കെ ഭീതർ ദേഖ. അദ്ദേഹം അല്ലെങ്കിൽ ആ എലി സിംഹത്തിനെ വലയുടെ ഉള്ളിൽ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ആദ്യം രക്ഷിച്ച ആളല്ലേ, അപ്പോൾ
എലിക്ക് എന്തായാലും സിംഹത്തിനോടൊരു സിമ്പതി തോന്നും. ഭീതർ ദേഖ, ഉള്ളിൽ നോക്കിയപ്പോൾ വോ ജൽദി ഹി ജാൽ കാട്ടനെ ലഗ, അവൻ എന്ത് ചെയ്തു? സിംഹം വലയ്ക്കുള്ളിലാണെന്ന് കണ്ടതും തൻ്റെ കൂർത്ത പല്ലുകൊണ്ട് ആ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. എന്നിട്ടോ കുച്ച് ഹി ദേർ മേ ഷേർ ജാൽ സേ മുക്ത് ഹോ ഗയ, കുറച്ച് സമയം കഴിഞ്ഞതും വലയൊക്കെ കടിച്ചു മുറിച്ച് എലി സിംഹത്തെ സ്വതന്ത്രനാക്കി അല്ലേ. അങ്ങനെ വോ ചൂഹേക്കോ ധന്യവാദ് ദേനെ ലഗ, അങ്ങനെ ആ സിംഹം ആർക്ക്? നമ്മുടെ എലിക്ക് എന്ത് പറഞ്ഞു? ധന്യവാദ് അല്ലേ. ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക്സ്, നന്ദി പറഞ്ഞു. അപ്പോൾ ഉപകാരത്തിന് പ്രത്യുപകാരം അല്ലേ. ഒരു ഉപകാരം ചെയ്തതിന് പകരം മറ്റൊരു ഉപകാരം ചെയ്തു. അപ്പോൾ ഇവിടെ ഷേർ ഔർ ചൂഹ എന്ന ഹെഡിങ് കൊടുത്തിട്ട് മക്കൾക്ക് ഈ കഥ ഇതേപോലെ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇത് കഥ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളിൽ കുറച്ച് പേര് ഗൂഗിൾ ക്ലാസ് റൂമിൽ കഴിഞ്ഞ ആഴ്ച എക്സാം നടത്തിയിരുന്നു മിസ്സ്. അതിൽ കുറച്ച് പേര് ഗൂഗിൾ ക്ലാസ് റൂമിൽ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്യണം. അവിടെ ചെയ്യുന്ന പേപ്പർ മാത്രമേ മിസ്സ് നോക്കുകയുള്ളൂ. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രമിച്ചിട്ട് ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിന് കറക്ഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മക്കളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, നമഃ ശിവായ.